വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി ആലപ്പുഴ കലവൂരിൽ സുഭദ്രയെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയെന്ന് പ്രതികൾ ഇന്നലെ പിടിയിലായിരുന്നു. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രതികളായ ശർമിളയും മാത്യൂസും പോലീസിനോട് ഏത് തരത്തിലേക്കാണ് കൊലപാതകം നടത്തിയത്, എന്തിനാണ് കൊലപാതകം എന്നതിന്റെയൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപാതകം. ആക്രമണത്തിൽ സുഭദ്രയുടെ വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്ന് കഴുത്തൊടിഞ്ഞു. ശർമിളയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അപ്പോൾ ആ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ 2 പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റോ അതിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. നമുക്ക് പ്രസ് നേരിട്ട് വൈകുന്നേരം ഒരു 4 or 5 ഞാൻ പറയാം. ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതെ, നമ്മളവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചോടെ ക്രോസ് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. തെളിവെടുപ്പ് ഒരു പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷമാക്കാം, നോക്കാം. മർഡർ ഫോർ ഗെയിൻ. ഇപ്പോൾ കണ്ട പ്രതികരണം ആലപ്പുഴ SP മോഹനചന്ദ്രന്റേതാണ്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇപ്പോൾ എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയുള്ളതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിൽ പുറത്തു വരുന്നത്. പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? അനുജ, പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരത്തിൽ ഈ കൊലപാതകത്തിൻ്റെ അതായത് എങ്ങനെ മരണപ്പെട്ടു എന്നത് വ്യക്തമായിരുന്നില്ല. പക്ഷേ വാരിയെല്ലുകൾ തകർന്നിരുന്നു, കഴുത്തിനും ഒടിവുണ്ടായിരുന്നു, തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു, ഇടത്തെ കൈ ഒടിഞ്ഞിരുന്നു എന്നൊക്കെയുള്ള വിവരം ലഭിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികൾ തന്നെയാണ് ഇവർ നൽകിയിട്ടുള്ളത്. ഇവർ 2 പേരും ചേർന്ന്, അതായത് കൊലപാതകത്തിൽ 2 പേർക്കും തുല്യ പങ്കാണുള്ളത്. ഈ മാത്യൂസും ശർമിളയും ചേർന്നാണ് നെഞ്ചിൽ ചവിട്ടുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്ത് കൊലപ്പെടുത്തിയത്. ഇനിയിപ്പോൾ എന്താണ് മരണകാരണം, അതായത് ഈ ആന്തരിക അവയവങ്ങളുണ്ടായ രക്തസ്രാവമാണോ അതോ ശ്വാസം മുട്ടിയാണോ ഉണ്ടായ മരണോ എന്നുള്ളത് പിന്നീടുള്ള ശാസ്ത്രീയ പരിശോധനയായിരിക്കും വ്യക്തമാവുക. എന്താണെങ്കിലും പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി ഇരുവരും ചേർന്ന് 7-ാം തീയതി വൈകിട്ടോടെ, അതായത് സന്ധ്യ സമയത്തോടുകൂടി 2 പേരും ചേർന്ന് ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ സമയത്ത് ഇവർ അമിതമായി മദ്യപിച്ചിരുന്നു. അതിന് തൊട്ട് മുമ്പാണ്, മണിക്കൂറുകൾക്ക് മുൻപാണ് അജയൻ എന്ന ആളെ വിളിച്ച് ഇവർ കുഴിയെടുത്തത് എന്ന രീതിയിലേക്കുള്ള മൊഴി കൂടി വന്നിട്ടുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചുള്ള കാര്യം കൂടുതൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ 2 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കസ്റ്റഡിയിലുള്ള മാത്യൂസിൻ്റെ മറ്റൊരു സുഹൃത്ത് റെയ്നോൾഡ് കൂടി കസ്റ്റഡിയിലുണ്ട്. ഇയാളെ പ്രതി ചേർക്കണോ അല്ലെങ്കിൽ ഇയാൾക്ക് കൊലപാതകമായി പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വൈകിട്ട് അത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച കുഴിയെടുത്ത അജയൻ നിലവിൽ നെഞ്ചുവേദന തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇയാൾ കൂടി നിരീക്ഷണത്തിലാണ്. വൈകിട്ടോട് കൂടിയുമായി അത്തരം കാര്യങ്ങളിലും മറ്റാളുകൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ, തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ പങ്കുണ്ടോ എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. നിലവിൽ കസ്റ്റഡി അപേക്ഷയ്ക്ക് പിന്നീട് ഒരു ദിവസം കൊടുത്ത് തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. ഇന്ന് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി വൈകിട്ട് 4 മണിയോടുകൂടി ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ മുഖ്യ അതായത് ഈ കൊലപാതകത്തിലേക്ക് മാത്യൂസിനെ പ്രേരിപ്പിച്ചത് ശർമിളയാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ സാമ്പത്തിക ലാഭം 2 തരത്തിലാണ്. ഒന്ന്, സ്വർണം പണയം വെക്കുക എന്ന രീതി ഉണ്ടായിരുന്നു. കാരണം ഈ കഴിഞ്ഞ മാസം 4-ാം തീയതി സുഭദ്രയെ എറണാകുളത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ശരീരത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ആലപ്പുഴയിലും ഉടുപ്പിയിലും പണയം വയ്ക്കുന്ന ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം, അതായത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സുഭദ്രയുടെ പക്കൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. ഇത് തിരികെ കൊടുക്കാത്തതിൽ ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള തർക്കവും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഇനി പോലീസിന് അറിയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, തെളിവ് നശിപ്പി 1 മാസക്കാല അളവ് സമയത്ത് ഇവർ എവിടെയൊക്കെ താമസിച്ചു, എവിടെയൊക്കെ പോയി, തെളിവുകൾ ഏതൊക്കെ രീതിയിൽ നശിപ്പിച്ചു, മറ്റ് ഏതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, കൈകൊണ്ട് തന്നെ ചവിട്ടുകയും കഴുത്ത് ഞെരിക്കുകയും എന്ന മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ മറ്റെന്തെങ്കിലും ആയുധവും ഉപയോഗിച്ചിട്ടുണ്ടെന്ന സംശയം പോലീസിനുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും പോലീസ് തുടരുകയാണ്. ഇന്നെന്താണെങ്കിലും തെളിവെടുപ്പ് വേണ്ട, അത്തരത്തിൽ ധൃതി പിടിച്ചൊരു തെളിവെടുപ്പ് വേണ്ട, പിന്നീട് സാവകാശത്തോടെ 2 ദിവസത്തിന് ശേഷം തെളിവെടുപ്പ് ഈ ക്രൈം നടന്നിട്ടുള്ള കാട്ടൂരിലെ വാടക വീട്ടിലെത്തി നടത്തിയാൽ മതി എന്നാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അനുജ, ശരി, പ്രതികളെ ചോദ്യം ചെയ്യുന്നു. അതിൽ കൂടുതൽ വിവരങ്ങൾ, നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കൊലപാതകം എങ്ങനെ നടത്തി, എന്തിനു വേണ്ടിയായിരുന്നു എന്നതടക്കം ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും.